വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, ഇന്ന് ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഹെയറിന് വേഗം തന്നെ ലെങ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഹെയർ പാക്കാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒന്ന് നമുക്ക് മുരിങ്ങയില, അത് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി, അത്യാവശ്യം ഒരു വെയിൽ മാത്രമേ കൊണ്ടിട്ടുള്ളൂ. ഇപ്പം നല്ല വെയിലാണല്ലോ പൊതുവേ. അപ്പം നന്നായിട്ട് ഉണക്കി നമുക്കിങ്ങനെ കൈവച്ച് പൊടിഞ്ഞ് കിട്ടുന്ന പരുവത്തിൽ നമ്മൾ കൊണ്ടുവന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഒന്ന് മുരിങ്ങയിലയും പിന്നെ ഒന്ന് കഞ്ഞിവെള്ളമാണ്, തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം. അപ്പോൾ ദേ മുരിങ്ങയില നമുക്കിവിടെ ഉണങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആവശ്യത്തിനനുസരണം നമുക്ക് പൊടിച്ചു വെച്ചിരുന്നാൽ അതുപോലെ എടുത്ത് ഉപയോഗിക്കാം. അതല്ലാതെ നമുക്ക് അപ്പം പൊടിച്ചെടുക്കാനാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവേ. അപ്പം നമ്മുടെ ഈ ഉണക്കിയ മുരിങ്ങയില നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കിനി പൊടിച്ചെടുക്കാം. അപ്പം നമുക്കിനി പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. പൊതുവേ ഇപ്പം മുരിങ്ങയിലയുടെ ലഭ്യത കുറവാണ്, മുരിങ്ങയിലിൽ ഇലയൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മുരിങ്ങയില എനിക്കിവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പം എന്തേ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് തന്നെ പൊടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നല്ല ചൂടുണ്ടായാൽ അത്യാവശ്യമെങ്കിലും നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് തരിയൊക്കെ ഉണ്ട്. ഇത് നമുക്കിതിൽ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നമുക്ക് ഫൈൻ പൗഡർ മാത്രം മതി, അല്ലെങ്കിൽ അത് മുടിയിൽ നിന്ന് പോകാൻ വലിയ പാടായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇത് അരിച്ചെടുത്തപ്പോൾ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല, കുറച്ച് മാത്രം നമ്മുടെ ഇന്നത്തെ ആവശ്യത്തിനുള്ളത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സാധാരണ ഇങ്ങനെ മുരിങ്ങയില കൂടുതൽ കിട്ടുമ്പം ഞാൻ ഇങ്ങനെ ഒരുപാട് എടുത്ത് പൊടിച്ചിങ്ങനെ വെച്ചേക്കാറാണ്. പിന്നെ ആവശ്യാനുസരണം നമുക്ക് എടുത്ത് യൂസ് ചെയ്താൽ മതിയല്ലോ. പിന്നെ ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം കേട്ടോ ഇതിന് വേണ്ടത്. ഇത് നല്ല കുറുകിയ കഞ്ഞിവെള്ളം തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എത്രത്തോളം നമ്മുടെ മുടിയിൽ വേണോ അത്രത്തോളം നമുക്കെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് മുടി വേഗം തന്നെ വളരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മന്ത്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ പൊടിച്ചെടുത്ത മുരിങ്ങയിലപ്പൊടി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത്. എനിക്കിവിടെ എൻ്റെ ആവശ്യത്തിനുള്ള പൊടി എന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് മൊത്തവും ഞാൻ എടുക്കുന്നുണ്ട്. ഇത് ഇത്ര എടുത്തിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ആഡ് ചെയ്തൊരു 5 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. അതൊന്ന് കുതിർന്ന് അതിലേക്ക് ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ച് വേണമെങ്കിൽ എടുക്കാം. അതല്ലാതെ ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. മുരിങ്ങയില എങ്ങനെയൊക്കെ നമ്മൾ തലയിലിട്ടാലും നമ്മുടെ തലയ്ക്ക് അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പം മുരിങ്ങയില ഇങ്ങനെ പൊടിച്ചിടുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ഈ മടിയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല ഇതാണ് കേട്ടോ, ഇങ്ങനെ പൊടിച്ചെടുത്ത് നമുക്ക് ആവശ്യാനുസരണം. കഞ്ഞിവെള്ളം എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ, ഉണ്ടാകുന്ന ഒരു സാധനമായിരിക്കും. അപ്പോൾ ഇങ്ങനെ എടുത്ത് തലയിൽ യൂസ് ചെയ്യുന്നത് വളരെ അടിപൊളിയാണ്. നമ്മുടെ തലയിലെ ഫ്രിസിനെസ്സൊക്കെ മാറി നമ്മുടെ തലയൊന്ന് സ്മൂത്ത് ടെക്സ്ചറാക്കി എടുക്കാനൊക്കെ നമ്മളെ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാടധികം പാക്കുകളൊക്കെ ഇട്ട് നോക്കിയാലും എനിക്ക് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് കേട്ടോ വേഗം എൻ്റെ മുടിയൊന്ന് സെറ്റായി കിട്ടാറ്. ഇപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് മുടിയിലുണ്ടായി. അത് ഈ മുരിങ്ങയില പാക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ. മുടി കൊഴിച്ചിലുണ്ടാവില്ല, അതെല്ലാം നമുക്ക് മാറി കിട്ടും. മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് ചെറിയ മുടികൾ വരുന്നത് നമുക്ക് തന്നെ കാണാൻ കഴിയും. ഒരു 3 യൂസിന് ശേഷമാണ് കേട്ടോ അതൊക്കെ കാണാൻ കഴിയുക. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട പാക്ക് തന്നെയാണ്. ഈ സമ്മർ ടൈമിലാണ് നമ്മുടെ മുടി ഒരുപാട് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത്. എൻ്റെ മുടിയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. സമ്മർ ടൈമിലാണ് എനിക്ക് കൂടുതലും മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുള്ളത്. ആ ടൈമിലാണ് ഞാൻ കൂടുതലും ഈ ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് ഏറ്റവും നല്ലതായിട്ട് റിസൾട്ട് കിട്ടിയത് ഈ ഒരു പാക്കാണ്. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം ഇത് തേച്ച് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ കാച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് തലയിലൊന്ന് തേച്ച് കൊടുക്കും. തലയിൽ മുടിയിൽ ഞാൻ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞൊരു 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ ഹെയർ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ചെറിയൊരു മസാജിങ് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിത് വാഷ് ചെയ്ത് കളയുന്നത്. ഒരു 30 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയും. നേരത്തെ എൻ്റെ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും, നേരത്തെ കാണിച്ചിട്ടുള്ള മുടിയും ഇപ്പം ഉള്ള മുടിയും തമ്മിൽ നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ 2 മാസമായിട്ടേ ഉള്ളൂ ഞാൻ മുടി വെട്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതും. അപ്പം നല്ല രീതിയിൽ എനിക്ക് മുടി വേഗം തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് വളർന്നു എന്നല്ല, ഒരു ചേഞ്ച് നമുക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കഞ്ഞിവെള്ളം കുറച്ച് തോനെ എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ, മുടിക്ക് നല്ലത് തന്നെയാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളമൊക്കെ ഡെയിലി യൂസിനും വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ആദ്യം തന്നെ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് തികയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് താഴോട്ട് ഹെയറിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്കാൽപ്പ് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുശേഷം ഞാനൊരു മസാജിങ് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് തലയിലൊന്ന് കെട്ടി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 30 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയും.
ഒരു മാസത്തിൽ 3 തവണയെങ്കിലും ഇത് ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മുടെ ഹെയറിന് അത്രത്തോളം നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടമായാൽ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സ് കുറേ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.